നമുക്ക് ന്യൂ ഇയർ ആയാലോ? ന്യൂ ഇയർ അല്ല, ന്യൂ ഇയർ ജേണൽ ചെയ്യാം. അതെ, ഇപ്പോൾ ന്യൂ ഇയർ ഒന്നായി. ഇതുവരേക്കും ഒരു ക്രിസ്മസിന് ജേണൽ പോയി ചെയ്യാം. എൻ്റെ അടുത്ത് പഴയ റോസാപ്പൂവിൻ്റെ ഉണങ്ങിയതുണ്ട്. ഇത് ഉണങ്ങിപ്പോയതെന്ന് വെച്ചാൽ കുറേ കാലം നിൽക്കില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു എതിലെടുത്തിട്ട് ഇത് ചെയ്യാം. പഠിക്കുന്നുണ്ടോ? ഈ വർഷം മുഴുവൻ നമ്മൾ നന്നാവുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് തന്നുണ്ട്. കാര്യം പറയട്ടെ, ഈ ഒരു ജനുവരി 1 നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ, ഈ 12 മണിക്കൂർ നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ ഈ കൊല്ലം മുഴുവൻ സന്തോഷം. നമ്മൾ ഈ ഒരു 1-ാം തീയതി നമ്മൾ കരയുകയാണെങ്കിൽ ഈ കൊല്ലം മുഴുവൻ കരയും. എൻ്റെ രീതി ഞാൻ പറഞ്ഞതാണേ. നമ്മളിപ്പോൾ പേടിക്കുകയാണെങ്കിൽ ഈ കൊല്ലം നമ്മൾ പേടിക്കേണ്ടി വരും. രാവിലെ നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ പിന്നെ രാത്രി നമ്മൾ സങ്കടമാണെങ്കിൽ ഈ കൊല്ലം മുഴുവൻ അങ്ങനെ കാലം. മനസ്സിലായോ? കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും 2005 നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമൊക്കെ. അങ്ങനെ അബദ്ധം പറ്റിയിരുന്നു. 2024 ഞങ്ങൾ ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ ചില സാഹചര്യം കാരണം നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ഡയറി എഴുതാണെങ്കിലും പിന്നെ ജേണലിൽ എന്തെങ്കിലും എഴുതാണെങ്കിലും ചിലവർ മംഗ്ലീഷിൽ എഴുതും, ചിലർ ചെറിയ ചെറിയ വേർഡ്സ് എഴുതും. വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഐ ആം ഗുഡ് ഗേൾ, ഐ ആം മോർ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ കമൻറ്റ് ഇല്ലെങ്കിലോ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടാൽ മതി. കാരണം എനിക്കറിയില്ല എങ്ങനെയാണ് സംഭവിക്കുക എന്നത്. കിട്ടണമൊക്കെ എഴുതിയെടുത്തോളി. ചെറിയ വേർഡ്സാണ് നമ്മൾ എഴുതിൻ്റെ എഴുതിക്കോളി. സെൽഫി നോക്കിയല്ലേ എഴുതുന്നത്. അതിന് പിന്നെ വല്ല തെറ്റൊന്നും ഉണ്ടായിട്ട് പക്ഷെ കുഴപ്പമില്ലാവല്ലോ. ഞാൻ നന്നാവാൻ പോകുന്നുണ്ട്. എന്താ ആവാന്നൊന്നും അറിയില്ലല്ലോ. നിങ്ങൾക്ക് കിട്ടണമെന്ന് എഴുതിക്കോളി. പഠിക്കാൻ വിചാരിക്കുന്നെങ്കിൽ പഠിച്ചോളൂ, കളിക്കാൻ വിചാരിച്ചെങ്കിൽ കളിച്ചോളൂ. നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഇഷ്ടമുള്ളതും എഴുതിക്കോളൂ. അതിൽ തെറ്റൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ രീതിയിലല്ലേ നമ്മൾ എഴുതുന്നത്. അതിന് തെറ്റുണ്ടായതൊന്നും കുഴപ്പമില്ലല്ലോ. ചിത്രം വരയ്ക്കാൻ ചിത്രം വരച്ചോ, എഴുതാൻ കഴിയില്ലെങ്കിൽ ചിത്രം വരച്ചാലൊക്കെ കുഴപ്പമില്ലല്ലോ. ചിലപ്പം ഇതൊക്കെ നിർബന്ധമൊക്കെയാണ്. നമ്മളെ രീതിയിൽ നമ്മളല്ലേ ചെയ്യണ്ടേ.